ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു കല്യാണം കൂടാൻ പോയാലോ? നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, നമ്മുടെ ഏരിയയിൽ ഇന്ന് പാർക്കട്ടായിരുന്നു. സോ എല്ലാവരും നല്ല ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ ഡിലേ ആയത്. നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് ആക്ച്വലി കല്യാണം. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇത് ബൊണാൻസ, ഇവിടെ വെച്ചല്ല കല്യാണം, ഇതിൻ്റെ പുറകിലുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് ആക്ച്വലി കല്യാണം. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ആക്ച്വലി എല്ലാവരും അങ്ങോട്ട് വരുന്നതേ ഉള്ളായിരുന്നു. നമ്മളോർത്ത് നമ്മളാണ് ഏറ്റവും താമസിച്ചതെന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഓടി എത്തിയത്. പക്ഷേ എല്ലാവരും വരുന്ന ഒരു ടൈമിംഗ് ആയിരുന്നു നമ്മളും ചെന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ചേച്ചിമാർ ലൈവായിട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കുമായിരുന്നു. ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു: പൈനാപ്പിൾ, ഗ്രേപ്പ്, വാട്ടർമെലൺ, പപ്പായ, അങ്ങനെ ഒരു ഡിഫറൻറ്റ് ഫ്ലേവേഴ്സിലായിരുന്നു. അപ്പോൾ എല്ലാവരും പല പല ഫ്ലേവേഴ്സ് എടുത്താൽ, കാരണം എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയണമല്ലോ. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഹാളിനകത്തേക്ക് കയറി. അപ്പം അധികം ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു, കാരണം എല്ലാവരും വരുന്ന ഒരു ടൈമിംഗ് ആയിരുന്നു. ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ സീറ്റ് പിടിച്ച് 4 പേര് ഫാനിൻ്റെ ചോട്ടിൽ നോക്കി അങ്ങനെ അങ്ങിരുന്നു. കല്യാണത്തിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള നമ്മുടെ ഗ്രൂമും ബ്രൈഡും ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തിയിട്ടില്ല ഗൈസ്. അതുകൊണ്ടാണ് വലിയ ക്രൗഡഡ് ആയിട്ടല്ലാതെ നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 1:30 ആവുന്നുണ്ട്, ഇതുവരെ അവർ എത്തിയിട്ടില്ല. ആക്ച്വലി ഇതൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആണ്. ഇവർ ആക്ച്വലി രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ഹാളിൽ ജസ്റ്റ് ഒരു റിസപ്ഷൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സെലിബ്രേഷൻ. അപ്പോൾ അവർക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എന്തോ ഒരു പോസ്റ്റ് കിട്ടി, അതുകൊണ്ടാണ് അവർ വരാൻ ഡിലേ ആവുന്നത്. ടൈം ഇത്ര ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഓപ്പൺ ചെയ്തു. എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിൽ. അത്യാവശ്യം റഷായിരുന്നു എല്ലാവരും, കാരണം ഓൾമോസ്റ്റ് ടൈം ഇത്ര ആയപ്പോൾ എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ എന്തായാലും അവർ വരട്ടെ എന്നുള്ള ലൈനിൽ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് നേരം കൂടെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഗ്രൂമും ബ്രൈഡും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ എൻട്രൻസിന് ചെറിയൊരു ഡാൻസൊക്കെ അവരുടെ കസിൻസൊക്കെ ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസോട് കൂടിയാണ് അവരെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്തു. പിന്നെ ക്യാൻഡിൽ ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. നമ്മൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് കയറി. അപ്പം ചെറുക്കനും പെണ്ണും വന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഫുഡിൻ്റെ അവിടെ. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ ഫുഡ് അടിക്കാനായിട്ട് കയറി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അപ്പവും കട്ട്ലറ്റും ചിക്കനും സ്റ്റൂവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അത് ആദ്യം ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ഞങ്ങൾ ക്യൂ നിന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് എടുത്തു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. വിശന്നിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫൈനലി നമ്മൾ ഫുഡ് എടുത്ത് കഴിക്കാൻ പോകണം ഗൈസ്. ഞാൻ എല്ലാവരെയും പിടിച്ച് നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് അവരെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ചത്. നമ്മളവിടെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും സ്റ്റേജിൽ അവിടെ ലാമ്പ് ലൈറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സത്യത്തിൽ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നമുക്ക് നല്ല വിശന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഫുഡിലായിരുന്നു മെയിൻ കോൺസെൻട്രേഷൻ. നെക്സ്റ്റ് നമ്മൾ ചോറ് ട്രൈ ചെയ്തു ഗൈസ്, കാരണം നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നാണല്ലോ. ചോറും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെക്കാനൊന്നും തോന്നിയില്ല. ബീഫും ചോറും കൂടെ എടുത്തെങ്കിലും പക്ഷേ അത് കംപ്ലീറ്റ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആക്ച്വലി അപ്പം കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുപ്പി വെള്ളം കൂടെ കുടിച്ചു. അത്യാവശ്യം ഫുഡിൻ്റെ ഏരിയയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ലൈവായിട്ട് ഇതേ ചേച്ചി ഇവിടെ അപ്പം ചുടുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അത് പോയി നോക്കിക്കൊണ്ടിരുന്നു, കാരണം ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു ചേച്ചി അത് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീഡിയോ എടുത്തു. സ്റ്റേജിൽ പിന്നെ യൂഷ്വലി എല്ലാ കല്യാണ വീട്ടിലും കാണുന്ന പോലെ എല്ലാവരും കയറി നിന്ന് ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്യാനേ പോയില്ല. പിന്നെ വയറിന് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ നേരെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് കഴിക്കാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. പിന്നെ അതും വെറുതെ വിട്ടില്ല, ഫ്രൂട്ട് സലാഡും എടുത്തു, ഐസ്ക്രീമും എടുത്തു, 2 ഗുലാബ് ജാം ഭംഗിക്കും വെച്ചു.
പിന്നെ നമ്മൾ കുറച്ച് നേരം ഹാളിൽ പിന്നെയും വന്നിരുന്നു. അവിടെ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ട് പിന്നെയും വന്നിരുന്നു. അപ്പോഴത്തേക്കും ജോസും മോനും കൂടെ ഫുഡ് എടുത്തുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാരക അഭിനയമായിരുന്നു രണ്ടും കൂടെ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.